ലക്ഷ്മൺ, ഓ നീ കൊണ്ടുപോ. പക്ഷേ അവൾ എന്റെ പെണ്ണ. നീ കടുക് തുരന്ന് ഒളിപ്പിച്ചാലും ശരി, അവളെ ഞാൻ കൊണ്ടുപോകും. ഇത് അലക്സാ പറയുന്നത്. എന്നാ കേട്ടോ, നീ കാണുന്ന സ്വപ്നത്തിൽ പോലും ആനി വരില്ല. ലക്ഷ്മണനാ പറയുന്നത്. ലക്ഷ്മണൻ എന്താ ആനിയെ കൂടെ പൊറപ്പിക്കാൻ പോവാ? പൊറപ്പിക്കൂടാ, വെറുതെ അല്ല, താലി കെട്ടി കൂടെ പൊറപ്പിക്കും. അവൾ സമ്മതിക്കുവാണെങ്കിൽ. കട്ട് ചെയ്ത് സാർ എന്താ അവനോട് പറഞ്ഞേ? എന്തിനാ അങ്ങനെ പറയാൻ പോയേ? വെറും വാക്ക് പറഞ്ഞല്ല. ആനി സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം. സാക്ഷികളും ഹാരവും ബൊക്കെയും ഒക്കെ ലഡുവും റെഡി. പിടിച്ചോളൂ. ആദ്യം അങ്ങോട്ട് ഇടൂ, ഇനി തിരിച്ചിങ്ങോട്ട്. അങ്ങനെ പെണ്ണ് കിട്ടാത്ത ലക്ഷ്മണ സാറും പെണ്ണ് കെട്ടി. എന്റെ കാര്യം മാത്രം കട്ടപ്പോക. മോഹൻ സാർ നമസ്കാരം. ഇതാണ് എന്റെ ഭാര്യ ആനി, GKM വിമൻസ് കോളേജിലെ മലയാളം ലെക്ചറർ. എനിക്കെല്ലാം എന്റെ സഹപ്രവർത്തകരാണ്, സഹോദരങ്ങളായ നിങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി ഭക്ഷണത്തിലോട്ട് കിടക്കാം. വരട്ടെ. ഇനി ഇവിടെ എത്താൻ ഒരാളെ ബാക്കിയുള്ളൂ. അത് മറ്റാരുമല്ല, ഈ ലക്ഷ്മണന്റെ ഒരേ ഒരു പെങ്ങൾ. പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ടിട്ടില്ല. വരൂ വരൂ വരൂ. ഏട്ടാ, ഞാൻ താമസിച്ചു പോയോ? ഇല്ല മോളെ, എന്തായാലും നീ എത്തിയല്ലോ. ഇതായി നിന്റെ ഏട്ടത്തിയമ്മ. ഇവളെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ സുമിത്രയുടെ ഭർത്താവിനെ നിങ്ങൾക്കൊക്കെ അറിയാം. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ. എന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിലും ആള് പരമസാധുവാണ്. ആനി, ആനി എന്താ ഇവിടെ? അവിടെ അയാള്. ആര്? അലക്സ്. ഇവിടെ ആരുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദേ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. വാ. സാറമ്മ, എന്താ ഇത്? ഈ വിരുന്നുകാരൊക്കെ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പാവം കുട്ടി സാറിനെ കാത്തിരിക്കുക. ചെല്ലങ്ങോട്ട്. സാറിന്റെ ഒരു നാണം. അയ്യേ. എന്താ നീ? ഒന്നുമില്ല, വെറുതെ. ദേ പഴയതുപോലെയല്ല. ഇന്നു മുതൽ ലക്ഷ്മണന്റെ ഭാര്യയാണ്. ദുഃഖമായാലും സന്തോഷമായാലും അനുഭവിക്കേണ്ടത് ഒരുമിച്ച. പറ, എന്താണെങ്കിലും പറ. കണ്ണടച്ചിട്ടും അലക്സിന്റെ മുഖം എന്റെ മുന്നിൽ തന്നെയുണ്ട്. ഒക്കെ നിന്റെ തോന്നല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പം പഴയതൊക്കെ നീ മറന്നിരിക്കും. അല്ലെങ്കിലും ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരാചാരം പോലെയാണ്. ആദ്യം ചേരേണ്ടത് മനസ്സാ. കിടന്നുള്ളൂ. രാവിലെ കുളിച്ച് സുന്ദരിയായി ഒരു കപ്പ് ബെഡ് കോഫി ആയിട്ട് വന്നേ എന്നെ ഉണർത്താവൂ. ഓക്കെ? നല്ല ക്ഷീണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാനാ, അലക്സ്. അവിടെ കിടന്ന് വിളിച്ചു പോകണ്ട സാറേ. അവളിപ്പോ എന്റെ അടുത്തുണ്ട്. അവളുടെ കൈകൊണ്ടിട്ട ബെഡ് കോഫി കുടിച്ചോണ്ടിരിക്കുക ഞാൻ. വാ, എന്താ രുചി, എന്താ ഒരു കടുപ്പം. നിന്നെ ഞാൻ ചൂടാവാതെ സാറേ. ഇനി നമ്മളിങ്ങനെ രണ്ടു ധ്രുവങ്ങളിൽ തുടരണ്ട.
ഞാൻ ഇവളെ കൂട്ടി വരാം. ഞാൻ പറയുന്നിടത്ത് നീ വാ. എവിടെയാ ഞാൻ വരേണ്ടത്? മേരി തോമസ്. അപ്പൊ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? അലക്സ്. അലക്സോ? അങ്ങനെ ഒരാളില്ല, ഈ ഭൂമുഖത്തെ ഇല്ല. ഞാൻ തോമസ് ജോർജ്. നീ കൊന്നിങ്ങനെ കുഴിമാടത്തിൽ കിടത്തിയ മേരി തോമസിനെ മറന്നോ? പക്ഷെ നിന്റെ മുഖം ഈ ജന്മത്തെ ഞാൻ മറക്കില്ല. പരസ്പരം ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് കോടതിക്കുള്ളിൽ വെച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി എന്റെ മേലെ നീ എന്നിൽ നിന്ന് നടത്തി മാറ്റി. അതിന്റെ 3-ാം നാൾ നിന്റെ ചതി മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്തു. നീ എന്റെ മേരിയെ കൊന്നത്. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് പൊടിയും തട്ടി അങ്ങ് പോകാന്ന് കരുതിയല്ല. വിടില്ലെന്നെ ഞാൻ. ആനി, ഇവൾ ആരാന്നറിയോ? എന്റെ മേരിയുടെ അതേ രക്തത്തിൽ പറഞ്ഞ അനിയത്തി. ആനി? അതെ, ആനി തന്നെ. എന്റെ പാവം ചേച്ചി ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ നീ? നിന്നെ ഞാൻ വിടില്ല. അതേടാ, നീ ഇതുവരെ കണ്ട കഥകളൊക്കെ വെറും മായ. നീ കോടതിക്കകത്ത് കളിക്കുന്ന കളി, അതേ കളി തന്നെ ഞങ്ങളൊന്ന് മാറ്റി കളിച്ചു നോക്കി. നിന്നെ ഇവൾ ഉന്നം വെച്ചത് മുതൽ ഇവളോടൊപ്പം ഞാനുണ്ട്, നിഴൽ പോലെ. എനിക്ക് ഇദ്ദേഹത്തോട് ആരാധനയാണെന്ന് തുറന്നു പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ അവന്റെ നമ്പർ ഇതവനാ അലക്സ്. കേൾക്കുള്ളൂ. അതേടാ, അത് നിനക്ക് വെച്ച കണിയാ. നീ അതിൽ കുടുക്കി ഞങ്ങൾ നിന്നെ. വിക്ടർ, വേണ്ട വേണ്ട വിക്ടർ, ഇവനെ അങ്ങനെ അങ്ങ് തീർക്കരുത്. വിക്ടർ! ഞാൻ പറഞ്ഞ കേൾക്കില്ല. വേണ്ട, പറഞ്ഞേക്കാം, തീർക്കും ഞാനിവനെ. വിക്ടർ, വേണ്ട. ഇവന്റെ കയ്യിൽ നിന്ന് തലനാരെടുക്കാൻ നീ അന്ന് രക്ഷപ്പെട്ടത്. ഇവൻ മറ്റാരുമല്ല, എന്റെ മേരുടെ അനിയൻകുട്ടൻ. അഡ്വക്കേറ്റ് ലക്ഷ്മണന്റെ കഥ ഇതാ ഇവിടെ വരെ. ഇവിടെ തുടങ്ങുന്നു ഈ തോമസ് ജോർജ്. എന്റെ മേരിയുടെ അവസ്ഥ ഇനിയൊരു പെണ്ണിനുണ്ടാകില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല ഞാൻ. നീ അനുഭവിക്കുന്ന ശിക്ഷ കണ്ട് ലോകം ഞെട്ടണം. ഇനി ഞാൻ വിധിക്കാൻ പോകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കോ.